നമസ്കാരം. നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി ശരിയായ ജീവിത പങ്കാളിയാണോ എന്ന് എങ്ങനെ അറിയാമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരുപാട് പ്രണയ കഥകളെക്കുറിച്ചും വിവാഹങ്ങളെക്കുറിച്ചും വിവാഹ ആലോചനകളെക്കുറിച്ചും ഹൃദയവേദനകളെക്കുറിച്ചും അല്ലെങ്കിൽ വിട്ടുവീഴ്ചകളെക്കുറിച്ചും ഒക്കെ ധാരാളം കേൾക്കാറുണ്ട്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കെല്ലാവർക്കും ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ: നമ്മളെ ശരിക്കും മനസ്സിലാക്കുന്ന ഒരു ജീവിത പങ്കാളി. പക്ഷേ അവർ ശരിയായ ഒരാളാണോ എന്ന് എങ്ങനെ അറിയാൻ കഴിയും? ഒരു 4 ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞാൽ, ആ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അതെ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ അഭിനന്ദനങ്ങൾ. നിങ്ങൾ ശരിക്കും പ്രത്യേകതയുള്ള ഒരാളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അവസാനം വരെ എന്നോടുകൂടി യാത്ര ചെയ്യുക. കാരണം കേരളത്തിലെ പലരും ചോദിക്കാൻ മറന്നു പോകുന്ന ഒരു അവസാനത്തെ ചോദ്യമുണ്ട്. ആ ചോദ്യം നിങ്ങളുടെയും ചിന്തകളെ മാറ്റിമറിക്കാൻ കഴിയും. ഒന്നാമതായി നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഭയമില്ലാതെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് തുറന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണിത്. നിങ്ങൾക്ക് ഒരു മോശമായ ഒരു ദിവസമാണ് ഇത് എന്ന് സങ്കല്പിക്കുക. നിങ്ങളെ നിങ്ങളുടെ ബോസ് അപമാനിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുള്ള ഒരു സംഭവം ഇന്നുണ്ടായി. ആദ്യമായിട്ട് നിങ്ങൾ ആരെയാണ് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്? ഇനി നിങ്ങളുടെ പങ്കാളിയാണ് നിങ്ങൾ വിളിക്കാൻ പോകുന്നത് എങ്കിൽ നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് തുറന്ന് സംസാരിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുമോ? അതല്ല, നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേ നീ അമിതമായിട്ട് പ്രതികരിക്കുകയാണ്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്, എന്തിനാണ് എന്നോട് ഇതെല്ലാം പറയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള മറുപടി പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾക്ക് ഉള്ളത്? തുറന്ന് സംസാരിക്കാൻ ഭയം തോന്നുന്നത് വളരെ അപകടകരമായ ഒരു സൂചനയാണ്. ഒരു ശക്തമായ ബന്ധത്തിൽ നമുക്ക് എന്തും തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സുരക്ഷിതത്വ ബോധം അതുണ്ടാവേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതല്ലാതെ ഞാൻ പറയുന്നത് കേട്ട് എന്നെ വിധിക്കാൻ പോകുന്ന ഒരാളാണ് എൻ്റെ അങ്ങേ തലയ്ക്കൽ എന്നെ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നത് എങ്കിൽ നമുക്ക് ഭയം കൂടാതെ സംസാരിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ഓർക്കണം. ഇങ്ങനെയുള്ള ആളുകൾക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു അപകടം എന്ന് പറയുന്നത്, അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധി ഉണ്ടായി കഴിയുമ്പോൾ കൂടെ ആളുണ്ടെങ്കിലും എപ്പോഴും ഒറ്റയ്ക്കാണ് ഞാനുള്ളത്, എന്നെ മനസ്സിലാക്കുന്ന ആരുമില്ല, എന്നെ അവഗണിക്കുന്നവരാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ആ ഒരു മനസ്ഥിതിയിലൂടെ ആയിരിക്കും ഇങ്ങനെയുള്ള വ്യക്തികൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇത് സിംഗിൾ ആയിരിക്കുന്നതിനേക്കാൾ വളരെ മോശകരമായ ഒരു അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ചോദിക്കേണ്ട ഒരു ചോദ്യം: ഈ വ്യക്തിയുമായി എനിക്ക് പൂർണ്ണമായും ഞാനായിരിക്കുന്നത് പോലെ ആയിരിക്കാനായിട്ട്, കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ട് എനിക്ക് കഴിയുമോ? ഉത്തരം അതെ എന്നാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യത്തിന് നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഈ വ്യക്തി ദയുള്ള, കരുണയുള്ള ഒരു വ്യക്തിയാണോ? നമുക്ക് പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമുക്ക് സ്നേഹം മാത്രം മതി, നമുക്ക് സ്നേഹം കൊണ്ട് എല്ലാത്തിനെയും കീഴടക്കാം എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ ഈ സ്നേഹം പ്രകടമാകുന്ന നമ്മുടെ ദയയും കരുണയും മറ്റുള്ളവരോടുള്ള സഹാനുഭൂതിയും ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് സ്നേഹം അനുഭവിക്കാനായിട്ട് നമുക്ക് കഴിയുക. സമ്മാനങ്ങൾ നൽകുന്നതും, അല്ലെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഐ ലവ് യു എന്നൊക്കെ പറയുന്നതും മാത്രമല്ല സ്നേഹത്തിൻ്റെ പ്രകടനം. നമ്മുടെ ദുർബലതയുടെ നിമിഷത്തിൽ, നമ്മുടെ സങ്കടത്തിൻ്റെ നേരത്ത് നമ്മുടെ പങ്കാളി നമ്മളെ എങ്ങനെ മനസ്സിലാക്കുന്നു, നമ്മളെ തിരിച്ചറിയുന്നു എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറയാം. നമുക്ക് അസുഖം വരികയാണെന്ന് വിചാരിക്കുക. അസുഖം വരുമ്പോൾ 2 വ്യത്യസ്തമായ പങ്കാളികൾ ഇങ്ങനെ പ്രതികരിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഒരു പങ്കാളി പറയാം, നീ എന്നാ ഒരു കാര്യം ചെയ്യും, മരുന്നൊക്കെ കഴിച്ചിരുന്നോ എന്ന് പറഞ്ഞ് അവിടം കൊണ്ട് അത് അവസാനിപ്പിക്കുന്നു. എന്നാൽ മറ്റൊരു പങ്കാളി അവിടെ പോയി അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു, അവൾക്ക് മരുന്നെടുത്ത് കൊടുക്കുന്നു, കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുന്നു, അവളുടെ ടെമ്പറേച്ചർ പരിശോധിക്കുന്നു, അടുത്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ കരുണയോടെ സ്നേഹത്തോടെ പെരുമാറാനായിട്ട് നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങൾക്ക് കഴിയുമോ? അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പരസ്പരം ചെയ്തു കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ട് എങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നിങ്ങൾ ഒരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, നിങ്ങൾ ഒരാളെ ഡേറ്റിങ്ങിലാണ് എങ്കിൽ നിങ്ങൾ നോക്കേണ്ടത്, ഈ വ്യക്തി എങ്ങനെയാണ് സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളോട് ഇടപഴകുന്നത്. നമ്മുടെ വെയിറ്റർമാരോട്, അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവർമാരോട്, അല്ലെങ്കിൽ മൃഗങ്ങളോട്, ഇങ്ങനെയുള്ള ആളുകളോടൊക്കെ അല്ലെങ്കിൽ ജീവികളോടൊക്കെ എങ്ങനെയാണ് ഈ വ്യക്തി പെരുമാറുന്നത് എന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നല്ല ദയയുള്ള ഹൃദയമാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങൾക്ക് പറ്റിയ ഒരാളായിരിക്കും. അപ്പം നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ വ്യക്തി ദയയും കരുണയും ഒക്കെ ഉള്ള ഒരാളാണോ? അത് നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ
നിങ്ങളുടെ ചോയ്സ് വളരെ നല്ലതാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഈ വ്യക്തി നിങ്ങളുടെ തന്നെ ഒരു മികച്ച പതിപ്പാകാനായിട്ട് സഹായിക്കുന്ന ഒരു വ്യക്തിയാണോ? ചില ആളുകളെങ്കിലും ചെയ്യാറുള്ളത് ഇങ്ങനെയാണ്: അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ പാർട്ട്ണറെ മാറ്റിയെടുക്കുക, അതാണ് അവർ ചെയ്യുക. എന്നാൽ പാർട്ട്ണറുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ഇഷ്ടത്തെ വളർത്താൻ സഹായിക്കുന്ന ആളായിട്ട് മാറാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ വിവാഹത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതൊരു പൊരുത്തത്തെക്കുറിച്ചാണ് എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഈ പൊരുത്തം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടത്, നമ്മളെ സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ടുണ്ടാകുന്ന ഒരു പൊരുത്തം അത് നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കുന്ന ഒന്നായിരിക്കില്ല. നമ്മുടെ ഒരു സന്തോഷം നഷ്ടപ്പെടുത്തുന്ന ഒന്നായി മാറാനായിട്ടാണ് സാധ്യതയുള്ളത്. എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരു ടൈം പാസ് പോലെ, അവർ ജോലി ചെയ്യുന്നവരാണ്, യൂട്യൂബിലൂടെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിട്ടും അങ്ങനെ മുമ്പോട്ട് പോകാനൊക്കെ ആഗ്രഹമുള്ള ഒരു വ്യക്തി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പറയുകയാണ്, നിനക്ക് വേറെ പണിയൊന്നുമില്ല, നിങ്ങളിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും, അത് മറ്റുള്ള ആളുകളുടെ ഒത്തിരി ഹെയ്റ്റ് കൊണ്ടുവരും, അത് നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ പ്രശ്നം ഉണ്ടാകും, അതുകൊണ്ട് നിങ്ങൾ ചെയ്യണ്ട, അത് നിങ്ങളുടെ അങ്ങനത്തെ ആഗ്രഹത്തിൻ്റെ പുറമേ ഒന്നും നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും അതിനെ നേരിടാനൊന്നും എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി അവൻ്റെ ആഗ്രഹത്തെ ഇല്ലാതാക്കി കളഞ്ഞത് എനിക്കറിയാം. പക്ഷേ അതിൻ്റെ അകത്ത് വേദന ഉണ്ട്. പക്ഷേ ആ ഒരു യഥാർത്ഥ പാർട്ട്ണർ ചെയ്യാൻ പോകുന്ന വെല്ലുവിളികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്കതിനെ ഒരുമിച്ച് നേരിടാം. നിങ്ങളുടെ സ്വപ്നത്തിൽ ഞാനും പങ്കാളിയാണ്, നമുക്ക് ഒന്നിച്ച് അതിൽ പരിശ്രമിക്കാമെന്ന് പറയുമ്പോഴാണ് ആ ഒരു പങ്കാളിയുടെ ബലം തിരിച്ചറിയാനായിട്ട് പാർട്ട്ണർക്ക് സാധിക്കുക. അപ്പം അതുകൊണ്ട് നമ്മുടെ വെല്ലുവിളികളെയും നമ്മുടെ പ്രതിസന്ധികളെയൊക്കെ ഒരുമിച്ച് തരണം ചെയ്യാനായിട്ട് ബലം നൽകുന്ന ഒരാളാണ് നിങ്ങളുടെ പാർട്ട്ണറെങ്കിൽ, നിങ്ങളുടെ ഒരു മികച്ച പതിപ്പായിട്ട് മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പാർട്ട്ണറെങ്കിൽ, ആ ചോദ്യത്തിൻ്റെ ഉത്തരം അതേ എന്നാണെങ്കിൽ നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു പാർട്ട്ണറെയാണ്. ഇനി നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇത് വിവാഹം കഴിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ വ്യക്തിക്ക് നിങ്ങളുടെ കുട്ടിയുടെ അച്ഛനോ അമ്മയോ ആകാനായിട്ട് കഴിയുമോ? ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നിങ്ങളുടെ ജീവിതം പങ്കുവയ്ക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഒരു കുട്ടിയെ ജനിപ്പിച്ച് അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ രക്ഷാകർതൃത്വം ഏറ്റെടുത്ത് ഒരുമിച്ച് പോവുക എന്നുള്ളത്. ഇപ്പം നിങ്ങളുടെ ഭാവിയിൽ കുട്ടിയുടെ അച്ഛനോ അമ്മയോ ആയിട്ട് പങ്കാളിയോ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. എന്നിട്ട് ഈ ചോദ്യങ്ങളൊന്ന് ചോദിക്കുക. നിങ്ങളുടെ കുട്ടി ഈ പങ്കാളിയിൽ നിന്ന് സ്നേഹത്തെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് ക്ഷമയെക്കുറിച്ചും ബഹുമാനത്തെക്കുറിച്ചും ദയയെക്കുറിച്ചും ഒക്കെ പഠിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് കരുണയെക്കുറിച്ചും മറ്റുള്ളവനോട് കാണിക്കേണ്ട ആ ഒരു മനുഷ്യത്വത്തെക്കുറിച്ചും പഠിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലും ഞാനൊരു ദമ്പതികളെ കണ്ടു. അവിടെ ആ ഒരു ഭർത്താവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും വഴക്ക് പറയുകയും നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും ചെയ്യും. ഭാര്യയെ പൊറുതിമുട്ടി ആണ് അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഒരിക്കൽ ഈ ഭാര്യ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ ഇയാളുടെ ഈ നേച്ചറിനെ കുറിച്ച് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം എനിക്കൊരു വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല, എനിക്കിതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ ഇന്ന് എനിക്കൊരു കൊച്ചുണ്ട്. ആ കുഞ്ഞ് കാണിക്കുന്നത് അപ്പൻ്റെ കോപ്പിയായിട്ടാണ് ഈ കുഞ്ഞ് വന്നിരിക്കുന്നത്. അപ്പൻ എങ്ങനെ ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ അപ്പൻ എങ്ങനെ നെഗറ്റീവായിട്ട് പെരുമാറുന്നു അതേപോലെയാണ് എൻ്റെ മകൻ ഇപ്പോൾ വളർന്നു വരുന്നത്. എൻ്റെ ഭർത്താവിനെ അനുകരിക്കുന്ന എൻ്റെ മകനെ കാണുമ്പോൾ എനിക്ക് ഭയമാണ്. അവൻ ഭാവിയിൽ മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരു വിഷമാവസ്ഥ ഉണ്ടാക്കാൻ പോകുന്ന തരത്തിലാണ് വളർന്നു വരുന്നത് എന്നുള്ളത് എന്നെ വേദനിപ്പിക്കുന്ന കാര്യമാണ് എന്ന് ഒരിക്കൽ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അതെ എന്നാണെങ്കിൽ നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഒരു നല്ല പാർട്ട്ണറെയാണ്. അപ്പം നമ്മുടെ ഈ കുടുംബ ജീവിതം എന്ന് പറയുന്നത് അതിൻ്റെ പ്രണയത്തെക്കുറിച്ച് മാത്രമല്ല, നമ്മളൊരു കുടുംബം ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നതിനെക്കുറിച്ചും അതിനെ രൂപപ്പെടുത്തുന്നതിനെക്കുറിച്ചും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആ ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ വളർന്നു വരുന്നതിനെക്കുറിച്ചും ഒക്കെയാണ്. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ 4 ചോദ്യങ്ങളുടെ ഉത്തരം അതെ എന്നാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എങ്കിൽ, അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത് എങ്കിൽ ഞാൻ പറയും നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. നിങ്ങൾ സന്തോഷിക്കുക. എന്നിട്ട് ആ ഒരു സന്തോഷം എന്നും അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക. ഇനി നിങ്ങളുടെ ഉത്തരം അല്ല എന്നാണെങ്കിലും സങ്കടപ്പെടേണ്ട കാര്യമില്ല, മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും.
നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരായതുകൊണ്ട് തന്നെ ആവശ്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയും. നമ്മുടെ തിരക്ക് കൂട്ടാതെയും അല്ലെങ്കിൽ ഒത്തുതീർപ്പ് ചെയ്യാതെയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു വഴികാട്ടിയെ അല്ലെങ്കിൽ ഒരു നല്ല പങ്കാളിയെ കണ്ടെത്താനായിട്ട് നമുക്ക് കഴിയുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പം അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കണ്ടതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി നിങ്ങളെ അറിയിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റൊരു വീഡിയോ കാണാനായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും പ്രത്യേകമായിട്ട് അറിയിക്കുക. ഇനി മറ്റേതെങ്കിലും ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അതും കമൻസിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.